തിരുവനന്തപുരം ടെക്നോസിറ്റി ക്യാമ്പസിലിറങ്ങിയ കാട്ടുപോത്തിനെ മയക്ക് വെടിവെച്ചു. പിരപ്പൻകോട് ജനവാസ മേഖലയിൽ നിന്നാണ് വെടിവെച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ വെടിവെച്ചിരിക്കുന്നു, ഈ കാട്ടുപോത്ത് നിലത്ത് വീണു, അതിനെ പിടികൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതിന്റെ കണ്ണൊക്കെ മൂടിക്കെട്ടിയ ഒരു സാഹചര്യമാണ്. ഇനി എന്താണ് നടപടികൾ ബാക്കി? ഭദ്ര, ഇപ്പോൾ ഈ കാട്ടുപോത്തിനെ ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന കാര്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ജനവാസ മേഖലയിൽ ഈ കാട്ടുപോത്തിനെ കണ്ടതായുള്ള വിവരം ലഭിച്ചതിന് ശേഷം പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെയും ഈ പ്രദേശത്തെത്തിയിരുന്നു. അതിനുശേഷം കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങിയത്. ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇത് വലിയ ആപത്തുണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് നേരത്തെ മന്ത്രിയുടെ നിർദ്ദേശം പ്രകാരമുള്ള കാര്യമാണ് ചെയ്തത്. അതായത് പോത്തിനെ മയക്കുവെടി വെക്കുക എന്നുള്ളത്. വളരെ കുറഞ്ഞ ഡോസിലുള്ള ഒരു ഡാർട്ട് ഉപയോഗിച്ചാണ് മയക്ക് വെടിവെച്ചത്. വെടിയേറ്റ പോത്ത് അവിടെ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. അതിന് പിന്നാലെ റോഡിലേക്ക് ഇറങ്ങിയ പോത്ത് മറ്റൊരു പറമ്പിലേക്ക് മതിൽ ചാടി കടക്കുകയും അതിന് പിന്നാലെ മറ്റൊരു പറമ്പിലൂടെ ചാടി കടക്കാൻ സാധിക്കാത്തപ്പോൾ മതിൽ പൊളിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷമാണ് ഈ പോത്ത് ഒരു വയലിൽ വന്ന് വീഴുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ തന്നെ ഏറെ നേരം മയങ്ങാതിരുന്ന പോത്ത് കുറച്ചു നേരം കൊണ്ട് തന്നെ ഈ വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനുശേഷം അവർ കുറച്ചു നേരം നിരീക്ഷിച്ചതിന് ശേഷമാണ് പോത്ത് ബോധം പോയതിനു ശേഷം അതിനെ കൈകാലുകൾ കെട്ടി അതിനെ ബന്ധിപ്പിച്ച് മൂടിക്കെട്ടി വണ്ടിയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സമയമായി ഇതിനെ വണ്ടിയിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് പോത്ത് ഉണരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായും സാഹചര്യം നിയന്ത്രണ വിധേയമായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വഴി തെളിയിക്കേണ്ട ഒരു സാഹചര്യം. പോത്ത് കിടക്കുന്ന പ്രദേശത്തു നിന്നും റോഡിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് JCB എത്തിച്ച് മണ്ണ് വരെ മാന്തി നീക്കിയതിനു ശേഷമാണ് JCB ഉപയോഗിച്ച് പോത്തിനെ കെട്ടി ഉയർത്തിയാണ് ഈ ലോറിയിലേക്ക് കയറ്റിയത്. ഇപ്പോൾ കയറ്റി എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. കാരണം അതിനി ലോറി അടച്ച് കെട്ടുറപ്പോടെയാണ് ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത്. അതിനുള്ള നടപടികളാണ്. ഏകദേശം 500 കിലോഗ്രാമോളം വെയിറ്റ് ഉള്ള പോത്ത് തന്നെയാണത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിനെ എടുത്തത്. സാധാരണഗതിയിൽ പോത്തിന്റെ ഒരു ഭാരം നോക്കുമ്പോൾ അതിനേക്കാൾ വളരെ കുറവാണ്. കുറച്ച് പ്രായം അധികം ഇല്ലാത്ത ഒരു പോത്താണ്. അപ്പോൾ ഈ കാട്ടുപോത്തിനെ വണ്ടിയിലേക്ക് കയറ്റി ഇതിനെ കൊണ്ടുപോകാനുള്ള നടപടിയാണ്. ഏതായാലും പാലോട് ഫോറസ്റ്റ് റേഞ്ചിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഈ മയക്കം മാറിയതിനു ശേഷം ഇതിനെ കൃത്യമായി പരിശോധിച്ച് അതിനെ പരിചരിച്ച ശേഷമായിരിക്കും ഇതിനെ കാട്ടിലേക്ക് തുറന്നു വിടുക. അതിനായുള്ള നടപടിയാണ് സ്വീകരിക്കുക. ഏതായാലും അത്തരത്തിൽ ഇത് കാട്ടിലേക്ക് തുറന്നു വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എവിടെയാണ് ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏതായാലും ഇതിന്റെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ കാട്ടിലേക്ക് വൈകാതെ തന്നെ തുറന്നുവിടാനുള്ള കാര്യമാണ്. അഥവാ പരിശോധനയും അല്ലെങ്കിൽ ഇതിന് ചികിത്സയും ആവശ്യമുണ്ടെങ്കിൽ അത് നൽകിയതിനു ശേഷം ആരോഗ്യവാനായി തുടർന്നതിന് ശേഷം കാട്ടിലേക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി വിഷ്ണു, എന്തായാലും തിരുവനന്തപുരം ടെക്നോസിറ്റി ക്യാമ്പസിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചു. പിരപ്പൻകോട് ജനവാസ മേഖലയിൽ നിന്നാണ് പോത്തിനെ വെടിവെച്ചത്. പരിഭ്രാന്തി പരത്തിയെങ്കിലും ഇപ്പോൾ അതിനെ ലോറിയിൽ കയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി പാലോട് വനപാലകർ ഇവിടെ എത്തി പോത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. തുടർന്ന് അതിനെ കാട്ടിലേക്ക് തുറന്നുവിടും.